ഈ സമയത്ത് ഇവിടെ ക്രിസ്മസ് ഗ്രൗണ്ടിൽ കറുത്ത കുപ്പായിട്ട് ഒരാൾ നമ്മുടെ വക്കീലിനെ നോക്കി നടന്നു വരുന്നു. അവൻ വക്കീലുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ആ കോള് ലൈവ് ബ്രോഡ്കാസ്റ്റിങ്ങിലൂടെ കേൾക്കാം. അവൻ എന്താ പറയണെന്ന് വെച്ചാൽ, ഞാൻ പോലീസുകാരുടെ മുമ്പിൽ സറണ്ടർ ആവാം, പക്ഷെ ഞാൻ കൊന്ന ആൾക്കാരുടെ കേസുമായി ബന്ധപ്പെട്ട ജഡ്ജിമാര്, പോലീസുകാര്, പ്രോസിക്യൂട്ടേഴ്സ് ഇവരെല്ലാവരും ജോലി രാജിവെക്കണം. എന്നാൽ ഞാൻ പോലീസുകാരുടെ മുന്നാകെ സറണ്ടർ ആവാം. ഇതും പറഞ്ഞിട്ടാണ് അവൻ വരുന്നത്. അപ്പൊ CCTVയിലൂടെ ഈ തിരക്കുകളെല്ലാം നോട്ട് ചെയ്യുന്ന ഹീറോയുടെ മറ്റൊരു അസിസ്റ്റന്റ് അവൻ ആ കറുത്ത കുപ്പായിട്ട് വരുന്ന ആളെ കാണും. അവൻ ഉടനെ ഹീറോയെ വിളിച്ച് പറയാ, ഒരുത്തൻ വക്കീലിനെ നോക്കി വരുന്നുണ്ട്, അവനാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇവരെല്ലാവരും 4 പാടും ചെതറി ആ കറുത്ത കുപ്പായക്കാരനെ ലോക്ക് ചെയ്യും. അവൻ ഓടി രക്ഷപ്പെടാൻ വേറെ വഴിയില്ല. പക്ഷെ ആള് ടോണി ചാട അയൽക്കാരന്റെ മകനാന്ന് തോന്നുന്നുണ്ട്. ഭയങ്കര ചാട്ടം ഓട്ടവും. ഹീറോയ്ക്കൊന്നും പിടിക്കാൻ പറ്റുന്നില്ല. കാറ്റ് പിടിക്കുന്ന പോലെ അവൻ പറന്നു പോകുന്നു. പുള്ളിക്ക് പ്രായമായതുകൊണ്ട് ഓടാനും പറ്റുന്നില്ല, കിതപ്പ്. പക്ഷെ നമ്മുടെ ചെറുപ്പക്കാരൻ ചുള്ളൻ ഓടി പറന്നവനെ പിടിക്കും. മുഖം നോക്കുമ്പോൾ ഏതോ ഒരു വേങ്കൻ, ആരാന്ന് മനസ്സിലായില്ല. നീ ആരാടാന്ന് ചോദിക്കുമ്പോൾ ചന്തക്കാരനെയും തള്ളിയിട്ട് വീണ്ടും അവൻ ഓടാൻ തുടങ്ങും. അവസാനം വലിയൊരു കയറ്റുപടി. അതിലിവർ പരസ്പരം തലയിൽ പിടിച്ചും കൈ പിടിച്ചും വലിച്ചു വാരിയിട്ട് അടിച്ചു തെറിച്ച് വീഴാണ്. രണ്ടും വീണ് അനങ്ങാൻ പറ്റാതെ കിടക്കുമ്പോഴാണ് ഹീറോ ഓടി വരുന്നത്. ഞാൻ ഹയേച്ചിയെ പിടിച്ചേന്ന് പറയും നമ്മുടെ സുന്ദരൻ. ഹയേച്ചിയുടെ മോന്തയും കോലവും നോക്കുമ്പോൾ പടിയിൽ അടിച്ചു പൊളിഞ്ഞ് അബോധാവസ്ഥയിൽ ആള് കിടക്കുന്നു. ഇനി ഒരു 20 കൊല്ലം ചെക്കൻ എഴുന്നേക്കാത്ത പോലെ. പോലീസുകാരെ ഹയേച്ചിയെ ദ്രോഹിക്കുന്നു എന്ന് പറഞ്ഞ് വക്കീൽ ആ നേരം ഇവര് വീണ് കിടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട്. ഈ ചെറുക്കം മോന്തയെല്ലാം പൊളിഞ്ഞിടക്കുന്ന കാണുമ്പോൾ വക്കീലിന്റെ പ്രത്യേക എക്സ്പ്രഷൻ, പെട്ടോ പണിയായോ എന്ന് പറഞ്ഞതുപോലത്തെ ഒരു എക്സ്പ്രഷൻ. ഇത് കാണുമ്പോൾ ഹീറോയ്ക്ക് വക്കീലിന് നല്ല സംശയമാവും. അപ്പോഴാണ് ഇവിടെ സേഫ് ഹൗസിൽ നിന്ന് നമ്മുടെ റൗഡി രക്ഷപ്പെട്ട കാര്യം പോലീസുകാർ മനസ്സിലാക്കുന്നത്. വീണ്ടും തിരിച്ച് ഹീറോയുടെ അടുത്തേക്ക് വന്നാൽ ഇവര് പിടിച്ച ചെറുക്കനില്ലേ, അവൻ കോമ സ്റ്റേജിലായി. ഇനി മിണ്ടാൻ പറ്റൂല. അവനാണോ യഥാർത്ഥ ഹയേച്ചി എന്ന് അറിയണമെങ്കിൽ അവനെ തന്നെ വിളിച്ച് ചോദിക്കണം, മോനെ നീയാണോ ഹയേച്ചി എന്ന്. അപ്പൊ അവൻ അതേന്ന് പറഞ്ഞാലേ കാര്യം നടക്കൂ. അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും എവിഡൻസ് വേണ്ടേ? അതുമില്ല. അപ്പോഴാണ് ഹീറോ പറയുക, ഇപ്പൊ പിടിക്കപ്പെട്ട ചെറുക്കനല്ല ശരിക്കുള്ള ഹയേച്ചി, അതാ വക്കീലിന്റെ സെറ്റപ്പാ. കാരണം വക്കീൽ ഈ ലൈവ് ബ്രോഡ്കാസ്റ്റ് ഇട്ട് $35,000 കളക്ട് ചെയ്തിട്ടുണ്ട്. ഹയേച്ചി നേരിട്ട് വരുന്നു പറഞ്ഞിട്ടാണ് അവൻ വിട്ടത്. അവൻ ഏർപ്പാടാക്കിയ ആളാണ് ഇപ്പൊ അകത്ത് കിടക്കുന്നത്. പക്ഷെ ആ നാറിയെ പിടിക്കാൻ നമ്മുടെ കയ്യിൽ എവിഡൻസ് ഒന്നുമില്ല. ഇപ്പൊ ബോധം കെട്ട് കിടക്കുന്ന ചെറുക്കനെ എഴുന്നേപ്പിച്ചാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ ന്യൂസ് കിട്ടുള്ളൂ. ഇതെല്ലാം അവന്റെ സെറ്റപ്പാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ചീഫിന് കോള് വരിക, ക്യാപ്റ്റന്. സംഭവം തല അടിച്ചു പൊട്ടിച്ച് കൊന്നിട്ടിരിക്കുകയാണ്. ഏകദേശം അതേ സ്പോട്ടില്, ആ ഗർഭിണി പെണ്ണ് മരിച്ച അതേ സ്പോട്ടില് കൊന്നിട്ടിരിക്കുകയാണ് ഹയേച്ചി. ഹീറോയും ടീമും അവിടെ എത്തിക്കഴിഞ്ഞു. ഹീറോ ബോഡി ചെക്ക് ചെയ്യുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുക. തലയ്ക്ക് അടി കിട്ടിയിട്ടല്ല ആള് മരിച്ചിരിക്കുന്നത്. തല പൊളിച്ചിട്ടുണ്ട്, പക്ഷെ അതിനു മുന്നേ കഴുത്ത് ഞെരിച്ചിട്ടാണ് ആളെ കൊന്നിട്ടുള്ളത്. കാരണം നാക്ക് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കാണാം. എവിടുന്നോ കൊന്നതിന് ശേഷമായിരിക്കണം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടാവുക. ഇവര് ബോഡി റിക്കവർ ചെയ്തതിന് ശേഷം നേരെ നമ്മുടെ വക്കീലണ്ണനെ കാണാൻ വരും. അപ്പൊ അവൻ പുതിയ ബ്രോഡ്കാസ്റ്റിംഗിലാ. ശരിക്കും പോലീസുകാർ തന്നെയാണോ ഈ ക്രൈമൊക്കെ ചെയ്യുന്നത്, അവര് നാട്ടുകാരെ പറ്റിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഹീറോ കയറി വരുന്നത്. നീ എത്ര കാലം ആൾക്കാരെ പറ്റിച്ച് തിന്നോടാ, നിന്നെയും നിന്റെ കൂട്ടുകാരെയും പിടിച്ച് അകത്തിടട്ടെ, എനിക്കതിന് അധികം സമയം വേണ്ടെന്ന് പറയുമ്പോൾ ആ വക്കീല് പറയും, നിയമമൊക്കെ എനിക്കറിയാം, ഞാൻ എന്ത് തെറ്റാ ചെയ്ത്, എന്റെ അഭിപ്രായം എനിക്ക് സോഷ്യൽ മീഡിയയിലൂടെ പറയാം. ആർട്ടിക്കിൾ 21 അതിനുള്ള റൈറ്റ്സ് എനിക്കുണ്ട്. അപ്പൊ ഹീറോ, നിന്റെ റൈറ്റ്സിനെ കുറിച്ചൊക്കെ എനിക്കറിയാം, നീയാണ് ആ ഫേക്ക് ഹയേച്ചിനെ ഉണ്ടാക്കി എന്നുള്ളതും എനിക്കറിയാം. അവൻ വാ തുറന്നാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ, പക്ഷെ അവൻ വാ തുറക്കില്ല എന്ന ധൈര്യമാണ് നിനക്ക് അല്ലേ? എന്നാ കേട്ടോ, ആ ചെറുക്കന്റെ ഗേൾ ഫ്രണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നിരുന്നു. അവളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു. ആ ഒരൊറ്റ കാരണം മതി നിന്റെ വായ രണ്ടും കൂട്ടിക്കെട്ടി വിലങ്ങ് വെച്ച് ഞാൻ എടുത്തുകൊണ്ട് പോകും, മനസ്സിലായോ? ഇത് കേൾക്കുമ്പോൾ വക്കീലം പേടിച്ച് വരയ്ക്കാൻ തുടങ്ങും. അങ്ങനെ വഴിക്കുക, ഇപ്പം ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യുന്നില്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്താൽ നിനക്ക് ജീവിക്കാം, അല്ലെങ്കിൽ കൊണ്ടുപോയി പൂട്ടിയിടും. നീ ഒരു കാര്യം ചെയ്യണം, യഥാർത്ഥ ഹയേച്ചിയുടെ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ആദ്യം നാട്ടുകാരെ കാണിക്കുന്നതിന് മുന്നേ നീ എന്നോടാണ് പറയേണ്ടത്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ പിടിച്ചോണ്ടോ. നിനക്കും ആ ഹയേച്ചി ആരാണെന്ന് അറിയില്ല എന്നെനിക്കറിയാം. ഞാൻ പറഞ്ഞത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ചെയ്യാം സാർ, നിങ്ങൾ പറഞ്ഞിട്ടേ ഇനി എന്ത് ഞാൻ ചെയ്യുള്ളൂ എന്ന് പറയും പുള്ളി. അങ്ങനെ അവനെ മിരട്ടി പേടിപ്പിച്ചതിന് ശേഷം തിരിച്ചു പോകുമ്പോൾ അസിസ്റ്റന്റ് ചെക്കൻ ചോദിക്കുന്നുണ്ട്, അല്ല സാറേ, നിങ്ങളെപ്പോഴാ ഗേൾ ഫ്രണ്ടിനെ കണ്ടത്? ഞാൻ കണ്ടില്ലല്ലോ. അതിന് ഹീറോ പറയാണ്, എനിക്കും അറിയാൻ പാടില്ല, ഞാനെന്നാ പെണ്ണിനെ കണ്ടിട്ടില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞതോ, ആ ചെറുക്കന്റെ മൊബൈലിൽ അവന്റെ കൂട്ടുകാരിയുടെ ഫോട്ടോസ് കുറച്ച് കണ്ടു ഞാൻ. പിന്നെ എനിക്കറിയാം ഈ വക്കീൽ നാറി ആരെയെങ്കിലും അവന്റെ ജോലിക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവന്മാർക്ക് പൈസ ഒന്നും കൊടുക്കൂല. ഇവൻ തന്നെ അറിവിശകനാ. വല്ലവരെയും പറ്റിച്ച് തിന്നോണ്ടിരിക്കുന്നവൻ ആർക്കെങ്കിലും പണം കൊടുക്കുമോ? സോ ആ ചെറുക്കനെ സെറ്റപ്പാക്കി അവന് പണം കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇവൻ കൊടുത്തിട്ടുണ്ടാവില്ല, അതെനിക്കറിയാം. പിന്നെ ആ ഗേൾഫ്രണ്ട്, ഇതെല്ലാം വെച്ച് ഞാനൊരു കരുവിട്ട് നോക്കി ആ മണ്ടൻ അതിൽ വീണു. എത്രയുള്ളൂ കാര്യം. അത് കേൾക്കുമ്പോൾ അസിസ്റ്റന്റ് ഞെട്ടിപ്പോവും. നിങ്ങളൊരു ഗ്രാമീണ ശസ്ത്രജ്ഞനാണ് സാർ. അവിടുന്ന് കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയുടെ മകനെ കൂടെ പഠിക്കുന്ന പിള്ളേര് പൊതുരെ തല്ല, അവനെയാണ് തല്ലി ഇവർ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ അതിലൊരു സ്റ്റൈലും ചെറുക്കനുണ്ട്. അവൻ ഹീറോ ഹയേച്ചിയെ പിടിക്കാൻ ഓടുന്ന കണ്ടിട്ട്, സൗത്ത് കൊറിയൻ പോലീസ് ഇത്ര ദാരുണ അവസ്ഥയിലാണല്ലോടോ, നിന്റെ അപ്പന് നേരെ ഓടാനുള്ള ആരോഗ്യം പോലും ഇല്ലല്ല എന്ന് പറഞ്ഞ് ചെറുക്കനെ കളി
കളിയാക്കുക. അവൻ ദേഷ്യം വന്ന് ഇവൻ ഇടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ള പിള്ളേർ വലിച്ചിട്ട് അവനെ പൊതിരെ തല്ലാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മുടെ ചന്തക്കാരൻ അങ്ങോട്ട് വരുന്നത്. എന്താ ഇവിടെ വഴക്ക്? ഇതൊക്കെ വലിയ ക്രൈമാ. അകത്ത് പോയാൽ പിന്നെ പുറത്തു വരില്ല. കൊണ്ടുപോകണ അകത്തെന്ന് ചോദിക്കുമ്പോൾ ഒരു പൊക്കമുള്ള ചെറുക്കൻ എന്നാ നീ ഞങ്ങളെ കൊണ്ടുപോയി നോക്കടാന്നും പറഞ്ഞ് ഇവന്റെ മുന്നിൽ വന്ന് നിൽക്കും. അവന്റെ ചങ്കിനും കാലിനും ഒരു ഇടി കൊടുത്തിട്ട് ബാക്കിയുള്ള പയ്യന്മാരടുത്തേക്ക് ചെല്ലാണ് ചുള്ളാൻ. അവന്മാരൊക്കെ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ ചെറുപ്പക്കാരൻ പോലീസ് അവരോട് എന്തോ സംസാരിക്കുന്നുണ്ട്. അതെന്താണെന്ന് ഇപ്പൊ നമുക്കറിയില്ല. അവിടെ നിന്ന് അടുത്ത സീനിലേക്കാണ് പോകുന്നത്. ഹീറോയ്ക്ക് ഭാര്യയുടെ അടുത്തുനിന്ന് ഒരു കോൾ വരുന്നു. മോനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന പയ്യന്മാര് അവരെ വീട്ടിലേക്ക് എന്നെ നേരിട്ട് വന്ന് ക്ഷമ ചോദിച്ചു അത്രേ. ചിലപ്പോ അവരുടെ പാരന്റ്സ് പ്രഷർ ചെയ്തിട്ടുണ്ടാവും, ചീത്ത പറഞ്ഞു കാണണം, അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ഭാര്യ ഹീറോയോട് പറയുന്നു. ഇതെല്ലാം ഹീറോയോട് ഭാര്യ പറയുന്നതെല്ലാം തന്നെ നമ്മുടെ ചെറുപ്പക്കാരൻ പോലീസ് കേൾക്കുന്നുണ്ട്. സോ ഹീറോയുടെ ഫോൺ അവൻ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അന്ന് വൈകിട്ട് നമ്മൾ നേരത്തെ സ്പോർട്സ് കാറിൽ ഒരാളെ കണ്ടില്ലേ, അയാളെ കാറിന് മുന്നിലായി ഒരു പേപ്പർ സഞ്ചി വേറെ ഒരുത്തൻ വെക്കുന്നുണ്ട്. അതാരാണെന്ന് കാണിക്കുന്നില്ല. എന്തായാലും ഈ പേപ്പർ സഞ്ചി കിട്ടിയ ആ കാറുകാരൻ കുറച്ചധികം ബൈക്കേഴ്സിനെ സിറ്റിയിൽ റേസ് ചെയ്ത് തോന്നിയാസം കാണിക്കുന്ന കുറച്ചധികം ബൈക്കർ ചെറുക്കന്മാരെ ഇടിച്ചു വീഴ്ത്തി കൊല ചെയ്യുന്നു. അവന്റെ സ്പോർട്സ് കാറുണ്ട്. ഇത് പിറ്റേ ദിവസം ഹോട്ട് ന്യൂസായി ആ നാട് മുഴുവൻ പരക്കും. ബ്രിഡ്ജിൽ CCTV ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇടിച്ചതാരാണ്, അതാരുടെ കാറായിരുന്നു എന്നുള്ളത് പോലീസുകാർക്ക് മനസ്സിലായി. അവർ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ ഈ ഇടിച്ചു കൊന്ന കാറുകാരന്റെ ഗേൾഫ്രണ്ട് 2 വർഷം മുന്നേ ഇതേ ബൈക്കർ ഗ്യാങ് റോട്ടി കാണിച്ച അഭ്യാസം കാരണം ആക്സിഡന്റിൽ പെട്ട് മരണപ്പെട്ടു. സോ അതിന്റെ പ്രതികാരമായിരിക്കാം ഈ കാറുകാരൻ ഉണ്ടായിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കണം ഈ ക്രൈം ചെയ്തിട്ടുണ്ടാവുക. ഈ കാറുകാരൻ സാധാരണപ്പെട്ടവനല്ല, ചെറുപ്പത്തിൽ ആർമി സർവീസിൽ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ അവിടെ എന്തോ ഒരു കേസ് ചെയ്തതുകൊണ്ട് ആർമിന്ന് പുറത്താക്കി. പിന്നീട് നാട്ടിൽ സാധാരണക്കാരനായിട്ട് ജീവിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് ഗേൾഫ്രണ്ട് മരണപ്പെടുന്നത്. പിന്നെ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് മാറി. അതേപോലെ പോലീസുകാരുടെ ശ്രദ്ധയിൽ മറ്റൊരു വിവരം കൂടി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ റൗഡിയെ സേഫ് ഹൗസിലേക്ക് മാറ്റിയില്ലേ, ആ ദിവസം ഈ കാർ അവനെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. റൗഡിയെ കൊണ്ടുപോയ കാറിനെ ഈ ആർമിക്കാരൻ ഫോളോ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ തെളിവെല്ലാം അവനെതിരായതുകൊണ്ട് അവൻ തന്നെ ആയിരിക്കുമോ ഈ ഹയേച്ചി എന്നുള്ള സംശയം പോലീസുകാർക്കുണ്ടാവുന്നു. അവർ പരിശോധിക്കുമ്പോൾ അവസാനമായി ഈ കാറ് പോയി സ്റ്റോപ്പായ സ്ഥലം ഇവർക്ക് CCTV റെക്കോർഡ്സ് മൂലം കിട്ടുന്നുണ്ട്. അതൊരു പഴയ തെരുവായിരിക്കും. അവിടെയാണ് ഈ പിച്ചക്കാരും ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുക. ഇവർ ആ തെരുവ് മുഴുവൻ പരിശോധിക്കുമ്പോൾ ഈ ഇടിച്ചു വന്ന കാർ അവർക്ക് കിട്ടും. ആ കാറിനകത്ത് ഒരു ഡയറി ഉണ്ട്. ആ ഡയറിയിൽ ഈ ബൈക്കർ ഗ്യാങ്ങിനെ പറ്റിയുള്ള വിവരം ഉണ്ടാവും. അതേപോലെ ഇതിനു മുന്നേ കൊല ചെയ്യപ്പെട്ട ആൾക്കാർ, ആ കേസ് അന്വേഷിച്ച പ്രോസിക്യൂട്ടർ, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത പോലീസുകാർ, അവരെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ റൗഡിയെ പാർപ്പിച്ചിരുന്ന സേഫ് ഹൗസ്, അതിന്റെ ഫോട്ടോഗ്രാഫ്സും കാണാം. ഇത് കണ്ട് പോലീസുകാർ ഞെട്ടും. കാരണം ഈ സേഫ് ഹൗസിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസുകാർക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. മറ്റാർക്കും തന്നെ ആ സെല്ലിനകത്തേക്ക് പ്രവേശനമില്ല. ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇവര് വീണ്ടും തെരുവിനകത്തേക്ക് ആൾക്കാർ പാർത്തിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകും. അവിടെ അടിച്ചു പൂസായി അരബോധത്തിൽ കിടക്കുന്ന ഒരുപാട് പേരെ ഇവർ കാണുന്നുണ്ട്. അതിനിടയിൽ ഇവരന്വേഷിച്ചു വന്ന ആ ആർമിക്കാരനും കിടപ്പുണ്ടാവും. ഏതോ ഡ്രഗും കുത്തിവെച്ച് നല്ല ഫിറ്റായ അവസ്ഥയിൽ. അവിടെ മൊത്തം ചളി പുളയെന്ന് ചെളിയിരിക്കുന്നുണ്ട്. ഹീറോ നീ ചെന്ന് അവൻ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് നമ്മുടെ ചന്തക്കാരനെ പറഞ്ഞു വിടുന്നുണ്ട്. ചന്തക്കാരൻ മെല്ലെ അവന്റെ അടുത്ത് നിന്ന് അവൻ ഡ്രഗ് കുത്താൻ ഉപയോഗിച്ച് സിറിഞ്ചെടുത്ത് സ്വന്തം തൊടയിൽ കുത്തിയിട്ട് ഈ ആർമിക്കാരൻ അറ്റാക്ക് ചെയ്തതുപോലെ അവൻ എന്നെ കുത്തിയേന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് ഈ ആർമിക്കാരനെ തല്ലാൻ തുടങ്ങുക. ഹീറോയ്ക്ക് മനസ്സിലാവില്ല. ഹീറോ വിചാരിക്കുക ആ ആർമിക്കാരൻ തന്നെയായിരിക്കും ശരിക്കും അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇവര് തമ്മിൽ പൊരിഞ്ഞടിയാവുന്നു. അടിയായി ഈ ആർമിക്കാരൻ രക്ഷപ്പെട്ടോടി അവരെ നിൽക്കുന്ന ബിൽഡിങ്ങിന്റെ മണ്ടയിലേക്ക് ചെല്ലുന്നുണ്ട്. ഹീറോയ്ക്ക് അവനെ പിടിക്കാൻ പറ്റിയില്ല. നമ്മുടെ ചെറുപ്പക്കാരൻ ഓടിച്ചെന്ന് അവനെ പിടിച്ചവനെ ലോക്ക് ചെയ്യാതെ നിലത്തേക്ക് വലിച്ചിട്ട് കൊല്ലാൻ നോക്കുക. ഭാഗ്യത്തിന് ഹീറോയും ബാക്കിയുള്ള പോലീസുകാരും ആ ആർമിക്കാരനെ പിടിച്ചു. വീണതാവട്ടെ നമ്മുടെ ചെറുപ്പക്കാരൻ ചന്ദനാണ്. അവൻ ടെന്റ് ഹൗസിന്റെ മണ്ടയിലേക്ക് വീണതുകൊണ്ട് ഭാഗ്യത്തിന് മരണപ്പെട്ടില്ല. കണ്ണു തുറക്കുമ്പോൾ ചെറുക്കൻ ആശുപത്രിയിലായിരിക്കും. നമുക്ക് എന്തായാലും ഹയച്ചിനെ കിട്ടിയല്ലോ, ഇനിയിപ്പോൾ കേസ് ക്ലോസ് ചെയ്യാമല്ലോ എന്നവൻ ഹീറോയോട് ചോദിക്കുമ്പോൾ ഹീറോ പറയും നമുക്കൊരാളെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അവൻ തന്നെയാണോ ഹയച്ചി എന്ന് ഉറപ്പില്ല. അങ്ങനെ ഉറപ്പിക്കാൻ പറ്റില്ല, ഇൻവെസ്റ്റിഗേഷൻ കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറി സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. അപ്പൊ ഹീറോയുടെ ടീം മാറി നിൽക്കുക. അവരെല്ലാം ഈ ആർമിക്കാരനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. വേറെ ഏതോ ഡിപ്പാർട്ട്മെന്റുകാരാ. കേസ് പിടിച്ചത് ഞങ്ങള്, പിന്നെ വേറെ ആരാ ക്വസ്റ്റ്യൻ ചെയ്യണേ, അത് സമ്മതിക്കാൻ പാടില്ലെന്നും പറഞ്ഞ് ഹീറോ ചെന്ന് ബഹളം വെക്കുമ്പോൾ ജനറൽ വന്നിട്ട് പറയും നിന്നെയൊക്കെ കേസ് ഏൽപ്പിച്ചത് കൊണ്ട് 10-12 പേര് കൊല ചെയ്യപ്പെട്ടു, ഇനിയും അതിനനുവദിക്കാൻ പറ്റില്ല, അവരാളെ ക്വസ്റ്റ്യൻ ചെയ്യട്ടെ, കൺഫേം ആയി കഴിഞ്ഞാൽ പ്രസ് വിളിച്ചുകൂട്ടി ഹയച്ചിനെ കിട്ടിയെന്ന് പറയും, ഇനി നിങ്ങൾ ഇടപെടണ്ടെന്ന് പറഞ്ഞിട്ട് ജനറൽ ഇവരെല്ലാം പിരിച്ചുവിടാണ്. പക്ഷെ അപ്പോഴാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഹീറോയ്ക്ക് ഒരു കോള് വരുന്നത്. സംഭവം നമ്മുടെ റൗഡി മരിച്ചില്ലേ, അയാളുടെ യഥാർത്ഥ മരണകാരണം എന്താണെന്ന് പറയാനാണ് ഡോക്ടർ ഹീറോയെ വിളിച്ചു വരുത്തിയത്. അതില് ഈ ക്രിമിനലെ കൈകൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റോ ഉപയോഗിച്ചിട്ടാണ് കഴുത്ത് ഞെരിച്ച് കൊന്നതെങ്കിൽ കഴുത്തിൽ ഞെരിച്ചതിന്റെ പാടുകൾ ഉണ്ടാവുമായിരുന്നു. പക്ഷെ പാടില്ല, ശ്വാസം മുട്ടിച്ചിട്ടാണ് കൊന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കാലുകൊണ്ടായിരിക്കണം കഴുത്തിനെ മുറുക്കി കൊന്നിട്ടുണ്ടാവുക. അതെങ്ങനെയാണ് സാധ്യമെന്ന് ഹീറോ ചോദിക്കും. അപ്പൊ ഈ ഡോക്ടർ റെസ്ലിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോ കാണിച്ചു കൊടുക്കുക. അതിൽ കഴുത്ത് മുറുക്കിയുള്ളൊരു ലോക്കുണ്ട്.
ആ ലോക്കിൽ തന്നെ കഴുത്തിനെ നന്നായിട്ട് ആഞ്ഞമർത്തിയാൽ ആള് ശ്വാസം മുട്ടി മരിക്കും. അങ്ങനെ ഏതോ ഒരു റെസ്ലിംഗ് അറിയുന്ന ആളായിരിക്കണം ഈ കൊലപാതകം ചെയ്തിട്ടുണ്ടാവുക. ഇത് പറയുമ്പോൾ ഹീറോ ഷോക്കാവും. കാരണം ഇതേപോലെ ലോക്ക് ചെയ്യുന്ന മറ്റൊരാളെ ഹീറോയ്ക്ക് അറിയാം. അങ്ങേര് ഉടനെ ആ പാട്രോൾമാന്റെ പഴയ വീഡിയോ എടുത്ത് നോക്കും. അവിടെ വെച്ച് തന്നെ അതിൽ സെയിം ലോക്ക് ഇട്ടിട്ടാണ് ഈ ചന്തക്കാരൻ പോലീസ് കുറെ ഏരിയ റൗഡികളെ ലോക്ക് ചെയ്യുന്നത്. സോ പുള്ളിക്ക് പിടികിട്ടി. കാര്യങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ആരായിരിക്കും ഇതിന് പിന്നിലെന്ന് ഹീറോയ്ക്ക് പിടികിട്ടി. ഹീറോ ഉടനെ ഇവരെ ഡാറ്റ ഓഫീസിലേക്ക് വിളിച്ച് ചെറുപ്പക്കാരൻ പോലീസുകാരുടെ മുഴുവൻ ഡീറ്റെയിൽസ് എടുക്കാൻ പറയും. പഴയ കാലത്തെ എല്ലാ ഡീറ്റെയിൽസും പുറത്തെടുക്കാൻ പറയും. അതേപോലെ അവന്റെ കാറിന്റെ ഡാഷ് ക്യാം, പിന്നെ ആർമിക്കാരന്റെ കാറിന്റെ ഡാഷ് ക്യാം, ഇതെല്ലാം കളക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. എന്നിട്ട് നേരെ തന്റെ ടീമിന്റെ അടുത്തേക്ക് വരുന്നു. അവരോട് പറയും, ആ ആർമിക്കാരനാണ് ഹയേച്ചി എന്ന് വിളിച്ചു പറഞ്ഞാൽ നമ്മളെല്ലാവരും പെടും, പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ പെടും. ആർമിക്കാരൻ ബൈക്കേഴ്സിനെ കൊല്ലാനുള്ള കാരണം പേഴ്സണൽ റിവഞ്ചാ, അല്ലാതെ സീരിയൽ കില്ലർ അല്ല. അവനാണ് സീരിയൽ കില്ലർ എന്ന് പറഞ്ഞ് നമ്മൾ കാഴ്ചവെച്ചാൽ അവൻ അലിബൈ ഉണ്ടാവും. ബാക്കിയുള്ള കില്ലേഴ്സിനെ കൊല്ലുന്ന സമയത്ത് അവൻ മറ്റേതെങ്കിലും സ്ഥലത്താണെന്ന് പറയാനുള്ള അലിബൈ ഉണ്ടാവണം. ഇങ്ങോട്ട് വരൂ, ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഹീറോ ഈ ചെറുപ്പക്കാരൻ ലോക്കിട്ട് ആൾക്കാരെ പിടിക്കുന്നത് കാണിച്ചു കൊടുത്തിട്ട് ഇതേപോലെയാണ് ആ പഴയ റൗഡീനെ കില്ലർ കൊന്നിരിക്കുന്നത്. അത് മറ്റാരുമല്ല ചെയ്തിട്ടുള്ളത്, നമ്മുടെ ചെറുപ്പക്കാരൻ പെട്രോൾമാൻ പോലീസുകാരൻ തന്നെയാണ്. ഇത് കേട്ട് ചീഫ് ചോദിക്കും, നിനക്ക് പ്രാന്താണോടാ? ഈ വീഡിയോ ഒക്കെ എവിഡൻസ് ആയിട്ട് കാണിച്ചിട്ട് അവനാ കൊന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്നെ വിശ്വാസം വരുന്നില്ല, ജനറൽ എങ്ങനെ വിശ്വസിക്കും? അപ്പൊ ഹീറോ ഇവൻ തെരുവിൽ നിന്ന് ലോക്ക് ചെയ്ത ആ തെരുവ് വഴക്കാളിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. ഇതാരാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് ഇപ്പൊ പിടിക്കപ്പെട്ടിട്ടുള്ള മീൻ, അതായത് ആർമിക്കാരൻ. ആ ആർമിക്കാരൻ ഡ്രഗ് അടിച്ച് തെരുവിൽ വഴക്കുണ്ടാക്കിയ സമയത്താണ് നമ്മുടെ ചെറുപ്പക്കാരൻ അവനെ പിടിക്കുന്നത്. എന്നിട്ട് അവൻ ആരാ എന്താണെന്നൊക്കെ അന്വേഷിച്ച് പഴയ ആർമിക്കാരനാണെന്ന് മനസ്സിലാക്കും. ഈ ബൈക്കേഴ്സിനോട് റിവഞ്ച് ഉണ്ടെന്ന് മനസ്സിലാക്കും. സോ അവന് ബൈക്കേഴ്സിനെ കൊല്ലാനുള്ള ഒരു കളം ഒരുക്കി കൊടുത്ത് അവനെ ഹയേച്ചിയായി പോലീസുകാർക്ക് പിടുത്തം കൊടുപ്പിക്കാം. അപ്പൊ മറ്റവന്റെ റിവഞ്ചും തീരും, ഇവൻ ഒളിവിൽ രക്ഷപ്പെടുകയും ചെയ്യാം. ക്രിസ്മസിന് ആ ഫേക്ക് ഹയേച്ചിനെ ഇവൻ ഓടിച്ചെന്ന് പിടിച്ച് കൊല്ലാൻ നോക്കിയത് ഇവന്റെ ഐഡന്റിറ്റി പുറത്തു വരാതിരിക്കാനും ഹയേച്ചി എന്നുള്ള ക്യാരക്ടർ ഇല്ലാതാക്കാനുമാണ്, രക്ഷപ്പെടാൻ വേണ്ടി. അതന്നെയാണ് അവൻ ആർമിക്കാരെല്ലാം ചെയ്യാൻ നോക്കിയത്. പക്ഷെ ഏത് കുറ്റവാളിയും പ്രതീക്ഷിക്കാത്ത ഒരു പ്ലാൻ ദൈവം ഇട്ടിട്ടുണ്ടാവും. അവരെത്ര പ്ലാൻ ചെയ്താലും അവർക്ക് അടിപതറും. ദൈവത്തിന്റെ പ്ലാൻ മറ്റൊന്നായിരിക്കും. അങ്ങനെയാണ് ഇവന് പതറിപ്പോയത്. നമുക്കവൻ ആളാരാണെന്ന് മനസ്സിലായത്. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആർമിക്കാരനല്ല ശരിക്കുള്ള ഹയേച്ചി എന്നുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക, അവന്റെ മൊഴിയെടുക്കണം. ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മുടെ ചന്തക്കാരനെ ലോക്ക് ചെയ്യാം. സോ ഹീറോ പറഞ്ഞനുസരിച്ച് ഇവരെങ്ങനെയോ ആർമിക്കാരനെ ബാത്റൂമിലേക്ക് വരുത്തി അവന്റെ ഇന്ന് മൊഴിയെടുക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ ജനറൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന പ്രസ് കോൺഫറൻസ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീറോ അവന്റെ ചീഫിനോട് പറയും. അപ്പൊ ചീഫ് ആണെങ്കിൽ നിന്റെ കണക്കൂട്ടലെല്ലാം ശരി, പക്ഷേ എവിടെയെങ്കിലും നിനക്ക് മിസ്റ്റേക്ക് പറ്റിയാൽ പിന്നെ എന്റെ മോളുടെ പഠന ചെലവ് നീ വേണം നോക്കാൻ, എന്റെ ജോലി പോവും. അപ്പൊ ഹീറോ പറയും, അവൾ എന്തായാലും പഠിക്കാൻ പോണില്ല, വല്ലവന്റെയും കൂടെ ഓടിപ്പോവുകയുള്ളൂ, പിന്നെ ചെലവില്ലല്ലോ. ഉടനെ ക്യാപ്റ്റൻ ചാടി എഴുന്നേറ്റ് അവനെ തല്ലാൻ തുടങ്ങുകയാണ്. പക്ഷെ ഇവർ ചെയ്യുന്ന എല്ലാം തന്നെ നമ്മുടെ കില്ലർ ചെറുപ്പക്കാരൻ കാണുന്നുണ്ട്. ക്യാപ്റ്റൻ ജനറലെ ചെന്ന് കണ്ട് പ്രസ് കോൺഫറൻസ് സ്റ്റോപ്പ് ചെയ്യണം, ഇവനല്ല യഥാർത്ഥ ഹയേച്ചി, ഞങ്ങൾക്കറിയാം, കുറച്ച് സമയം തരും, ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരുമിച്ച് പഠിച്ച ആൾക്കാരല്ലേ, പെട്ടെന്ന് പോസ്റ്റ് കിട്ടിയെന്നും പറഞ്ഞ് നീ ഇങ്ങനെ ധിക്കാരം കാണിക്കരുത്. നിനക്ക് ഞാൻ എത്ര ചോറ് ഉരുട്ടി തന്നിട്ടുണ്ട്, എന്നിട്ട് ഈ പഴയ കൂട്ടുകാരനെ മറക്കുന്നോ നീ? ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റില്ലേ? ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് ആ പ്രസ് മീറ്റിംഗ് പുള്ളിക്കാരൻ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ ആശുപത്രിയിൽ ചെന്ന് നോക്കുമ്പോഴേക്കും കില്ലർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞു. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഭാര്യയുടെ കയ്യിൽ നിന്ന് ഹീറോയ്ക്ക് ഒരു കോൾ വരുന്നത്. സംഭവം ആ പെട്ടിക്കട നടത്തുന്ന ലേഡി ഇല്ലേ, ഭർത്താവിനെ കൊന്ന് പണം തട്ടി എന്ന് പഴി പറഞ്ഞ പാവം പെണ്ണ്, ആ പെണ്ണ് ഇങ്ങോട്ടോ ഇറങ്ങിപ്പോയി, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. കുട്ടികൾ ഒറ്റയ്ക്കായപ്പോൾ ഹീറോയുടെ ഭാര്യനെ വിളിച്ചതാ. സോ അവരെ വീട്ടിൽ ഇരുന്നിട്ടാണ് ഹീറോയുടെ ഭാര്യ ഹീറോയോട് പറയുക, പെൺകുട്ടികൾ പേടിച്ചിരിക്കുക, അവരുടെ അമ്മേനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവരൂ, വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയും. ഞാൻ അന്വേഷിക്കാൻ, പേടിക്കണ്ടെന്ന് പറഞ്ഞ് ഹീറോ കോള് കട്ട് ചെയ്യുമ്പോൾ തന്നെ അടുത്ത കോള് വരുന്നു, അൺനോൺ നമ്പർ. അതിൽ ബ്രദർ എന്നെ ഓർമ്മയുണ്ടോ എന്ന് പുള്ളി ചോദിക്കും. അപ്പൊ ഹീറോ, ആ പെട്ടിക്കട ലേഡി നിന്റെ കൂടെയാണോ? അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പാവപ്പെട്ട ജനങ്ങളെ നീ ഇതിലേക്ക് വലിച്ചഴിക്കരുത്, നിനക്ക് എന്താണ് വേണ്ടെന്ന് ചോദിക്കുമ്പോൾ വില്ലൻ ഹീറോയോട് അവന്റെ ഫോണിലേക്ക് നോക്കാൻ പറയും. ഹീറോ നോക്കുമ്പോൾ ഹീറോയുടെ മോനെ കൂട്ടുകാരെ പിടിച്ചടിക്കില്ലേ, ആ സ്ഥലത്ത് വെച്ചിട്ട് കുറെ പേര് മോന്റെ പുറത്തേക്ക് പെട്രോൾ ഒഴിക്കുന്നുണ്ട്. നിനക്ക് എന്താടാ വേണ്ടതെന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വായോ, നീ തനിച്ച് വേണം വരാൻ, ഈ കാര്യം മറ്റാരെയും അറിയിക്കരുത്, നീയും ഞാനും തമ്മിൽ ബോണ്ടാവാനാ, വായോ എന്ന് പറഞ്ഞ് പുള്ളി വിളിക്കും. ഹീറോ അവിടുന്ന് പുറപ്പെടുന്നു. പുറപ്പെട്ട് പോകുന്ന വഴിക്ക് ഒരു പബ്ലിക് ബൂത്തിൽ നിന്ന് ഹീറോ അവന്റെ ചീഫിനെ വിളിക്കും. എന്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു, അതുകൊണ്ടാണ് അതിൽ വിളിക്കാത്തത്, എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം, എന്റെ മോൻ ഇപ്പൊ എവിടെയാണുള്ളതെന്നുള്ള ലൊക്കേഷൻ അന്വേഷിച്ച് കണ്ടുപിടിക്കണം, അവൻ ആവത്തില്ല, ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഹീറോ ഒരു ടണലിലേക്ക് വരുന്നുണ്ട്. അവിടെയാണ് വില്ലൻ നമ്മുടെ പെട്ടിക്കട ചേച്ചീനെ പിടിച്ചു വെച്ചിരിക്കുന്നത്. അവളൊരു കാറ് ഇരുത്തി കൂർത്ത പൈപ്പ് അവളുടെ ചങ്കന് നേരെ വെച്ചിട്ട് അവൾ അവളുടെ കല്യാണ ഫോട്ടോയും ഭർത്താവിന്റെ മരണവും കാണിച്ചു കൊടുക്കും. പൈപ്പ് കുത്തിയിട്ടാണ് പുള്ളിക്കാരൻ മരണപ്പെട്ടത്. ഇൻഷുറൻസ് പണത്തിനു വേണ്ടി ഭർത്താവിനെ കൊല ചെയ്ത് സുഖസുന്ദരമായി ജീവിക്കുന്ന പെണ്ണ്. അവളെ കൊല്ലണം എന്ന് പറഞ്ഞ് നാട്ടുകാരുടെ കമന്റ്സ് ഉണ്ട്. ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ അല്ല അങ്ങനെ അല്ല എന്ന് പറഞ്ഞ് ആ പെണ്ണ് കരയുന്നുണ്ട്. എന്നാൽ ഈ പ്രാന്തം വിടൂല. ഇവന് കൊലപാതകം ഒരു എന്റർടൈൻമെന്റാ.
അപ്പോഴേക്കും ഹീറോ അവിടെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. ഹീറോ കാറ് നിർത്തി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറെ കുപ്പിച്ചില്ല്. ആ കുപ്പിച്ചില്ലുകളുടെ നടുവിലായി നമ്മുടെ യൂട്യൂബർ വക്കീലെ കെട്ടിയിട്ടിട്ടുണ്ട്. യൂട്യൂബർ വക്കീലിന്റെ പോക്കറ്റിലൊരു ഫോൺ റിങ് ചെയ്യുന്നുണ്ടാവും. ഹീറോ ആ ഫോൺ എടുത്തിട്ട് തന്നെ ഇവന്റെ കെട്ടഴിക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ കില്ലർ പറയും, മണ്ടത്തരമൊന്നും കാണിക്കരുത്, നിനക്ക് എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിയില്ല, ഞാൻ പറയുന്ന അനുസരിച്ചാൽ നമുക്ക് നല്ലൊരു ബോണ്ടിങ്ങോടെ മുന്നോട്ട് പോവാം. ഹീറോ നോക്കുമ്പോൾ ആ പെണ്ണിനെ പൈപ്പ് കുത്തുന്നത് പോലെ കെട്ടിവെച്ചിരിക്കുക. ഈ കാർ സ്റ്റാർട്ട് ചെയ്ത് എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചാൽ ആ പൈപ്പ് അവളുടെ ചങ്കി കയറും. അതാണ് സെറ്റപ്പ്. ഇപ്പൊ ഹീറോ, ഈ പെണ്ണിന് 2 കുട്ടികളുണ്ട്, 2 പാവം കുട്ടികൾ. അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അത് നിനക്കും അറിയാം. നിനക്ക് കൊലപാതകം ചെയ്ത് ഭ്രാന്തെടുത്തിരിക്കുക. പാവപ്പെട്ടവരെ വിട്ടേക്ക്, ഇനി നീയും ഞാനും തമ്മിലല്ലേ, അത് നമുക്ക് നേരിട്ട് തീർക്കാം. അപ്പൊ ആ കില്ലർ പറയും, ശരി എന്നാ പിന്നെ പെട്ടിക്കടക്കാരിയെ വിടാം. യൂട്യൂബർ വക്കീല് അയാൾ നാട് നീളെ പച്ചക്കള്ളം പറഞ്ഞ് അതിൽ നിന്ന് കാശുണ്ടാക്കുക. എത്രയോ പേരുടെ ജീവിത കഥ, ഇല്ലാത്ത കഥകൾ പറഞ്ഞ് ആൾക്കാരെ ജീവിതങ്ങൾ കുളം തോണ്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ അവനെ കൊന്നൂടെ? അവനെ കൊല്ലാൻ നിനക്ക് ആഗ്രഹമില്ല? ഉണ്ട്, അവൻ ജീവിക്കേണ്ടവനല്ല. സോ പെട്ടിക്കടക്കാരി പാവാണെങ്കിൽ നീ ആ യൂട്യൂബറെ കൊല്ലണം. ഇതാ കില്ലർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹീറോ കില്ലർക്ക് ഇവർ ഒരുമിച്ചുള്ളപ്പം ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തിരുന്നു. ക്രിമിനൽസിനെ ഒന്നും വെറുതെ വിടാൻ പാടില്ല, തോലുരിച്ച് എണ്ണച്ചട്ടിയിട്ട് വറക്കണം എന്നൊക്കെ ഹീറോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേഷ്യം കൊണ്ട് പറഞ്ഞ. പക്ഷെ അതെല്ലാം ഈ പ്രാന്തൻ റെക്കോർഡ് ചെയ്ത് ഹീറോയെ ഒരു ഗുരുവിനെ പോലെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് അവൻ പറഞ്ഞ ദേഷ്യപ്പെട്ട് പറഞ്ഞ തോന്നിയാസങ്ങളെല്ലാം പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ നിൽക്കുക. ഹീറോ പറയും, നിനക്ക് പ്രാന്ത, യഥാർത്ഥ മനുഷ്യരും അവരുടെ മനസ്സ് നീ അറിയില്ല, നിന്നെയൊക്കെ ഏത് നേരത്തുണ്ടാക്കിയതാടാ. ഈ സീൻ വളരെ വഷളായിക്കൊണ്ടിരിക്കുക, നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പൊ കില്ലർ പറയും, രക്ഷപ്പെടേണ്ടത് എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം, ഇത്രയും കാലവും എൻ്റെ പ്ലാൻ തെറ്റിയിട്ടില്ല, എൻ്റെ പ്രഡിക്ഷനും തെറ്റിയിട്ടില്ല. ഇപ്പൊ ഞാനാണ് തീരുമാനിക്കുന്നത്, നീയല്ല. ഞാൻ നിനക്ക് 2 ഓപ്ഷൻ തരാം. ഒന്ന്, ആ യൂട്യൂബറെ കൊല്ലുക, അല്ലെങ്കിൽ പെട്ടിക്കടക്കാരി മരണപ്പെടും. ഇനി ആ 2 പേരെയും രക്ഷപ്പെടുത്താൻ നോക്കിയാൽ നിന്റെ മോൻ എരുതിയിൽ എരിഞ്ഞ് മരിക്കും. സോ നീ ആരെങ്കിലും ഒരാളെ കൊന്നേ തീരും. ഇനി 2ാമത്തെ ഓപ്ഷൻ, ഇവര് 3 പേരെയും രക്ഷപ്പെടുത്താൻ നോക്കിയിട്ട് നീ എന്നെ പിടിക്കാൻ വരാം. അങ്ങനെ ചെയ്താൽ ആ 3 പേരും മരണപ്പെടും. എന്താ വേണ്ടതെന്ന് നീ തന്നെ തീരുമാനിച്ചു. എളുപ്പമുള്ള വഴി ആ യൂട്യൂബറെ നീ തന്നെ കൊന്നുകളയുക എന്നുള്ളതാണ്. അതാവുമ്പോൾ നമ്മൾ ആർക്കും ഛേദം ഉണ്ടാവുന്നില്ല. ഇതെല്ലാം കേട്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ഹീറോ പതറി നിൽക്കായിരിക്കും. 3 പേരെയും രക്ഷപ്പെടുത്താൻ കഴിയില്ല. അതിൽ കാരണമില്ലാതെ ആ യൂട്യൂബറെ കൊല്ലാനും ഹീറോയ്ക്ക് കഴിയില്ല. ഇപ്പൊ അവന് ചെയ്യാൻ പറ്റുന്നത് ആദ്യം പെട്ടിക്കടക്കാരിയെ രക്ഷപ്പെടുത്തുക, അത് കഴിഞ്ഞ് യൂട്യൂബർ. ഇവൻ ഓടിച്ചെന്ന് ആ പെണ്ണിരിക്കുന്ന വണ്ടിയിലെ പൈപ്പ് മാറ്റാൻ നോക്കും. അപ്പോഴാണ് കില്ലർ നേരിട്ട് ഇവന്റെ അടുത്തേക്ക് വരുന്നത്. സോ കില്ലർ അവിടെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. നീ അവളെ രക്ഷപ്പെടുത്താൻ നോക്കിയാൽ നിന്റെ മകനെ ഞാൻ കൊന്നുകളയും. ഞാൻ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, എരിക്കാൻ വേണ്ടി ആ പിള്ളേര് തയ്യാറായിട്ട് നിൽക്കുക. വെറുതെ അതിന് ശ്രമിക്കണോ? താൻ പണ്ട് പറഞ്ഞതുപോലെ താനും ഞാനും തമ്മിൽ നല്ലൊരു ടീമാകാം. ഈ നാട്ടിൽ വേണ്ടാത്തവരെ എല്ലാം നമുക്ക് ഇല്ലാണ്ടാക്കാം. ഒരു പോലീസ് സ്റ്റേഷനും ഇല്ല, കോടതിയുമില്ല, വിധി നമ്മൾ തന്നെ എഴുതും. വില്ലൻ ഈ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയ്ക്കൊരു മെസ്സേജ് കിട്ടുന്നുണ്ട്. സംഭവം, മോനെ ബുള്ളി ചെയ്ത പിള്ളേരല്ലേ, അവരേത് ലൊക്കേഷനിലാണെന്ന് ഹീറോയുടെ കൂട്ടുകാർ പോലീസ് കണ്ടുപിടിച്ചു. അത് ആ സ്റ്റെയിലൻ ചെക്കൻ്റെ ഫോട്ടോ എന്നാണ് കണ്ടുപിടിച്ചത്. ക്ലാസ്സിലെ നമ്പർ വെച്ച് അവർ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. അവിടുത്തെ പിള്ളേരെയൊക്കെ അടിച്ച് പീസാക്കി ചെറുക്കനെ റിക്കവർ ചെയ്ത് കഴിഞ്ഞു. ഹീറോ ചിരിച്ചുകൊണ്ട് ഈ വീഡിയോ കാണിച്ചിട്ട്, നീ പ്ലാൻ ചെയ്ത ഗെയിം ഇവിടെ അവസാനിച്ചു, ഇനി എൻ്റെ ഗെയിമാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നിനക്കൊരു ടീം ആവണോ അല്ലേ? എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ടീം ഉണ്ടാ നാറി, അവരെക്കുറിച്ച് നിനക്ക് അറിയില്ലെന്നും പറഞ്ഞ് ഹീറോ അവനെ എടുത്തിട്ട് പൊതിരാൻ തുടങ്ങും. പക്ഷെ അവനും വിട്ടുകൊടുക്കുന്നില്ല. 2 പേരും തമ്മിൽ പൊരിഞ്ഞാട്ടി. ആ ഗ്യാപ്പിന് ഇവൻ പെട്ടിക്കട പെണ്ണിന്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വിടുന്നുണ്ട്. പാവം സുന്ദരി പെണ്ണ. പെട്ടിക്കട പെണ്ണെന്നൊക്കെ പറയുമ്പോൾ ഇത്തിരി വിഷമമുണ്ടെങ്കിലും വേറെ പേരൊന്നും കിട്ടിയില്ല. എന്തായാലും ഇപ്പോൾ ആ ടാറ്റ നാനോ ഇടിക്കാൻ പോകുന്നുണ്ട്. ഭിത്തിയിൽ ഇടിച്ചാ പെണ്ണ് മരിച്ചു. ഇവിടെ ഹീറോ ആണെങ്കിൽ എത്ര പോരാടിയിട്ടും അവന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പ്ലാസ്റ്റിക് കവറിൽ പെട്ട് ശ്വാസം മുട്ടി ചാകം കിടക്കുക. അപ്പോൾ ഭാഗ്യത്തിന് ചീഫ് അങ്ങോട്ട് വരുന്നുണ്ട്. ഹീറോ എവിടെയാണെന്ന് അന്വേഷിച്ച് പിടിച്ച് ചീഫ് ആ സ്പോട്ടിലേക്ക് എത്തി. അയാൾ നോക്കുമ്പോൾ ഈ കമ്പിയും കുറിപ്പിച്ച വാൻ അങ്ങോട്ട് വരുന്നു. കാറ് നേരിട്ട് ചെന്ന് ഇടിച്ചാലും കമ്പി കയറി പെണ്ണ് മരിക്കും. ഒരൊറ്റ സെക്കൻഡേ ചീഫ് അത് കാണുള്ളൂ. പുള്ളിക്കാരൻ വണ്ടി വട്ടം തിരിയും. വണ്ടിയുടെ ഡിക്കി ചെന്ന് മറ്റേ കാറ് ഇടിച്ചിട്ട് ഈ പൈപ്പ് വെളിയിലേക്ക് തെറിച്ച് വീഴാണ്. അങ്ങനെ ഭാഗ്യം കൊണ്ട് നമ്മുടെ പെണ്ണ് രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടാലും കരയും, പിടിക്കപ്പെട്ടാലും കരയും. എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണെന്ന് പറയില്ല. ഈ ഭൂമിയിലുള്ള കുറച്ച് പേര്. ഇവിടെ ഹീറോയ്ക്ക് ആ ചെറുപ്പക്കാരനെ അടിച്ചിടാൻ പറ്റുന്നില്ല. അവൻ ബഹുത്ത് ബടാ ഫൈറ്ററാ. കുറേ നേരം തല്ലിയിട്ടും തല്ല് കൊള്ളുന്നേ ഉള്ളൂ. അവസാനം ഒരു ചെപ്പടി വിദ്യ പ്രയോഗിക്കുന്നുണ്ട്. ഇവൻ ചെതറിയിട്ട കുപ്പിച്ചില്ലി തന്നെ തള്ളി തള്ളി കൊണ്ടുപോയി അവനെ മറിച്ചിടും. എന്നിട്ട് അവന്റെ തൊടയിലേക്ക് ആഞ്ഞു കൈകൊണ്ട് കുത്തി കുപ്പിച്ചില്ലേക്ക് ഇറക്കുകയാണ്. ഞാൻ അടിച്ചടിച്ചിറക്കും. അപ്പം അവൻ അനങ്ങാൻ പറ്റില്ല. അനങ്ങാതെ കിടക്കുമ്പോൾ ഹീറോ ഹാൻഡ് കഫ് വെക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവൻ ഹീറോയുടെ കയ്യിലേക്ക് കുപ്പിച്ചില് കുത്തി കയറ്റിയിട്ട് ഒരു വലിയ പാളിയും തള്ളിയിട്ട് അവന്റെ കാറും എടുത്ത് അവിടുന്ന് രക്ഷപ്പെടുകയാണ്. അപ്പോഴേക്കും ചീഫ് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞു. ഹീറോ ചീഫിന്റെ കാറിൽ കയറി ഇവനെ ഫോളോ ചെയ്ത് പുറകെ പോകും. ഈ കില്ലർ രക്ഷപ്പെട്ട് കാറും കൊണ്ട് ടണൽ കഴിഞ്ഞു വരുമ്പോൾ അവിടെ വലിയൊരു പോലീസ് പട കാത്തു നിൽപ്പുണ്ടാവും ഇവനെ ലോക്ക് ചെയ്യാൻ വേണ്ടി. സോ ആ വഴി രക്ഷപ്പെടാൻ പറ്റാത്തതുകൊണ്ട് കില്ലർ വണ്ടി തിരിച്ച് ഹീറോ വരുന്ന നേരെ വീണ്ടും വരികയാണ്. വേഗത്തിൽ, അമിത വേഗത്തിൽ പറന്നു പാറി വരുമ്പോൾ ഇവർക്ക് വേറെ വഴിയില്ല.
ഇവരെ കാറ് നേരത്തെ മൂടുകൊണ്ട് ഇടിച്ചതുപോലെ തന്നെ ഹീറോ കാർ തിരിച്ച് ഇവന്റെ കാറിലേക്ക് മൂടുകൊണ്ടിടിക്കും. അപ്പോൾ ആ കാറ് മലനടിച്ച് വീഴുന്നുണ്ട്. ഇവരെ വണ്ടി സൈഡിൽ ഇടിച്ച് ഹാൻഡ് ബാഗൊക്കെ ഓപ്പൺ ആയിട്ട് ഇവർക്ക് പോറലൊന്നും പറ്റിയില്ല, രക്ഷപ്പെട്ടു. പക്ഷെ മറ്റേ കാറിൽ കിടന്ന കില്ലർ അവൻ തലക്കടിയേറ്റ് കാറിൽ നിന്ന് തെറിച്ച് വീണ് കിടപ്പുണ്ടാവും. അനക്കൊന്നും ഉണ്ടാവില്ല. അവൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. സോ മരിക്കാൻ തയ്യാറായിട്ടാണ് അവൻ കാർ വേഗത്തിൽ ഓടിച്ചു വന്നത്, ഇവരെ ഇടിച്ചു കൊന്ന് ചാവാൻ വേണ്ടിയിട്ട്. പക്ഷെ ഹീറോ അവൻ അങ്ങനെ ചാവാൻ വിടില്ല. നിന്നെ അങ്ങനെ ചാകാൻ വിടില്ലടാ, നിന്നെ ഇഞ്ചിഞ്ചായിട്ട് എൻ്റെ കൈകൊണ്ട് ഞാൻ കൊല്ലും, എഴുന്നേക്കടാ എന്നും പറഞ്ഞ് അവൻ്റെ നെഞ്ചി അമർത്തി എങ്ങനെയൊക്കെയോ അവനെ ജീവൻ വെരിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് ഹീറോ. എന്നിട്ട് അവനോട് പറയും, എളുപ്പത്തിൽ അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെടില്ല ഉണ്ണി, നിന്നകത്ത് കൊണ്ടുപോയി എല്ലും ഇറച്ചിയും തനിച്ച് എടുക്കുന്നത് വരെ ഞാൻ വിടില്ലടാ, കൊണ്ടുപോക്ക അവനെന്ന് പറഞ്ഞ് മെഡിക്കൽ ടീമിന് അവനെ കൊടുത്തുവിടും. അത് കഴിഞ്ഞ് നമ്മുടെ പഞ്ചപാണ്ഡവന്മാര് ഒരു കേസ് തീർത്ത സമാധാനത്തിൽ വന്നിരിക്കുന്നുണ്ട്. ഹോ, കഴിഞ്ഞു സമാധാനം എന്ന് വിചാരിച്ചാൽ കഴിഞ്ഞില്ല. പിന്നെ ഹീറോ വീട്ടിലേക്ക് തിരിച്ചു വരുന്നൊരു പരിപാടിയും കൂടെ ഉണ്ട്. മോൻ്റെ എല്ലാം ഇടിച്ച് പഞ്ചറായി ചോരയും തള്ളി വീട്ടിൽ വന്ന് ചോറ് തിന്നാൻ നിൽക്കുമ്പോഴാണ് അതേ അവസ്ഥയിൽ മോനും വരുന്നു, അപ്പൻ്റെ മകൻ തന്നെ. ശരി വാ എന്തേലും കഴിക്കാമെന്ന് പറഞ്ഞ് അപ്പനും മോനും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോഴാണ് അമ്മ എനിക്കില്ല തിന്നാന്നും പറഞ്ഞ് ഇവരെ പാത്രത്തിൽ കൈയിട്ട് വാരി തിന്നുന്നു. അവിടെ വെച്ച് ദ എക്സിക്യൂഷണർ എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു കോമഡി എന്റർടൈനറുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ.